RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് UEFA ഏതൊക്കെ 4 ടീമുകള് പ്ലേ ഓഫ്സിൽ ക്വാളിഫൈ ആവുന്നതാണ്. അപ്പോൾ യൂറോപ്പിൽ നിന്ന് 16 ടീമുകളാണ് 4 സ്പോട്ടിന് വേണ്ടി മത്സരിക്കുന്നത്. 4 സ്പോട്ടാണ്, ഇനി മൊത്തം 6 ഉള്ളൂ. മറ്റുള്ള ഭൂഖണ്ഡങ്ങളിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് 2 ടീമുകൾ, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആദ്യം നമുക്ക് യൂറോപ്പിൽ എന്താണ് ക്വാളിഫയർ മത്സരങ്ങളിൽ ആരൊക്കെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതില് സ്പോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കളിക്കാൻ പറ്റുന്ന ഒരു 4 സ്പോട്ടുകളായിട്ട് തിരിച്ചപ്പോൾ അതിൽ ഇറ്റലി ഉണ്ട്, ഡെൻമാർക്ക്, തുർക്കി, ഉക്രൈനാണ് ഒരു സ്പോട്ടിലുള്ളത്. അടുത്ത സ്പോട്ടിലുള്ളത് പോളണ്ട്, വെയിൽസ്, ചെക്ക് റിപ്പബ്ലിക് ആൻഡ് സ്ലോവാക്യ. അടുത്ത റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് ഉണ്ട്, അൽബേനിയ ഉണ്ട്, ബോസ്നിയ ഉണ്ട്, അതേപോലെ കൊസോവോ ഉണ്ട്. അടുത്ത പോർട്ടിൽ നോക്കണെങ്കിൽ സ്വീഡൻ, റൊമേനിയ, നോർത്ത് മാസഡോണിയ ആൻഡ് നോർത്തേൺ അയർലാൻഡ്. അത് ഈ 4ാമത്തെ പ്ലോട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ നാഷണൽസ് ലീഗില് ഒരു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഡിവിഷനിൽ കളിക്കുന്ന അവരെ ഏറ്റവും കൂടുതൽ നല്ല പെർഫോമൻസ് നേടിയ ടീമുകളാണ്. അപ്പോൾ ഇതിന് ഈ ഒരു വോട്ടിനെ കുറിച്ച് കുറെ വിമർശനങ്ങൾ വന്നിട്ട്, എന്താ പറഞ്ഞാൽ ഇപ്പൊ ഗ്രൂപ്പ് ഘട്ടങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് 4ാം സ്ഥാനത്തും ഇവരെക്കാളും മുൻപുള്ള ഹംഗറി പുറത്താണ്, അതേപോലെ ഡെൻമാർക്ക്, ഇങ്ങനെ ഇവരൊക്കെ നോക്കുന്ന സമയത്ത് ഇവരൊക്കെ ഇതൊന്ന് പുറത്താവുന്ന സമയത്ത് ഈ ഒരു 4 ടീമുകൾ, ഇപ്പൊ സ്വീഡൻ, അതേപോലെ റൊമേനിയ, മെസഡോണിയ, അതേപോലെ നോർത്തേൺ അയർലൻഡ്, ഈ 4 ടീമുകളും അവര് ഈ നാഷണൽസ് ലീഗിൽ പഴയ മത്സരങ്ങൾ ഈ 3ാം ഡിവിഷനിൽ കളിച്ചിട്ട് അവിടെ നിന്ന് ഏറ്റവും ടോപ്പ് ലീഗ് ലീഡർമാരായിട്ടാണ് ഇവർക്ക് ഇതിക്ക് വരുന്നത്. അതിന് മാത്രമേ എനിക്കൊരു അഭിപ്രായ വ്യത്യാസം. എന്താ പറഞ്ഞാൽ ഇവരൊക്കെ ഈ ക്വാളിഫൈയിൽ 4ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തൊക്കെ നിൽക്കുക. അപ്പോൾ 2ാം സ്ഥാനത്തുള്ള ടീമുകൾ ചില പ്ലേ ഓഫ് കളിക്കേണ്ടി വരും, അവർക്കും കൂടെ പ്ലേ ഓഫ് കളിക്കുക. അതിന് ഇറ്റലിന്റെ കോച്ച് ഇതിനെതിരെ വിമർശനം. പക്ഷെ ഇറ്റലിയുടെ കോച്ച് പറഞ്ഞത് ഇതിനെ കൂടി മാത്രമല്ല, ആള് പറഞ്ഞത് അതെ ആഫ്രിക്കൻ ടീമുകള്, ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ, ഇവർക്കൊക്കെ അതൊന്നും ശരിയായ കാര്യമല്ല. എന്താ 48 ടീമുകൾ മത്സരിക്കുമ്പോൾ എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നും വരും. അതൊക്കെ ലാറ്റിൻ അമേരിക്കയിൽ 18ഓളം മത്സരങ്ങൾ കളിച്ചിട്ട് അവർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും അതേപോലെ കളി വെക്കേണ്ടി വരും. ഇവിടെ ഇപ്പൊ ആകെ സിമ്പിൾ ആയിട്ടാണ്, യൂറോപ്പിൽ ഇതാണ് സിമ്പിൾ ആയിട്ട്. നോർവേയുടെ ഗ്രൂപ്പിലാണ് പോയി പെട്ടത്. ആകെ നോർവേ മാത്രമേ ഉള്ളൂ ഇറ്റലിക്കുള്ള ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നോർവേ നല്ല രീതിക്ക് കളിച്ചു. അവരുടെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം, 28 വർഷങ്ങൾക്ക് ശേഷം നോർവേ വേൾഡ് കപ്പ് കളിക്കാൻ പറ്റും. അത് ഏറ്റവും കൂടുതൽ അതെ 39 ഗോൾ സ്കോർ ചെയ്തിട്ടാണ് ഹാലൻഡിന്റെ ടീം വേൾഡ് കപ്പ് യോഗ്യം നേടിയത്. അവസാനത്തെ മത്സരത്തിലും ഹെബയിലും ഓമിലും ഇറ്റലി പരാജയപ്പെട്ടു. പിന്നെ മുട്ടുനയങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ കളിച്ചില്ലെങ്കിൽ നമ്മൾ വിജയിക്കില്ല, നമ്മൾ വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്തിട്ടില്ല. ഇനി ഇവിടെ കടമ്പ ടാസ്ക് കുറച്ച് തന്നെയാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് മത്സരം വരുന്നത് ഇറ്റലിയും നോർത്തേൺ അയർലാൻഡ് കൂടിയിട്ടാണ്. അപ്പൊ അതില് എന്താണ് ഇറ്റലിയുടെ പോസിബിലിറ്റി? ഇറ്റലി ജയിക്കോ അതോ നോർത്തേൺ അയർലാൻഡ്? നോർത്തേൺ അയർലാൻഡ് പറഞ്ഞാല് ഇപ്പോഴത്തെ ഫോം നോക്കണ്ട, മാർച്ചിലാണ് കളി നടക്കാൻ പോകുന്നത്. അപ്പൊ ഇറ്റലിക്ക് ഇതേപോലെ ഈഗോ ഉണ്ടായത് പിന്നെ ഇറ്റലി ഏകദേശം അതെ 3 മത്സരങ്ങളിൽ 3 വേൾഡ് കപ്പിൽ പുറത്തായത് ഇങ്ങനെ ഒരു സ്വീഡനായിട്ട് കളിച്ച് പുറത്തായിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഈ ടീമായിട്ട് നോർത്തേൺ മെസഡോണിയ ആയിട്ടാണ്, അവരായിട്ട് കളിച്ച് പുറത്തായിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ പ്ലേ ഓഫ് കളിച്ചിട്ട് തന്നെയാണ്. അപ്പോ എന്താണ് ഇറ്റലി കയറുന്നാണ് തോന്നുന്നത്? ഇറ്റലിക്ക് ഈ ഈഗോ ഒക്കെ സൈഡാക്കി വെച്ച് ഇവര് ഒരു ടീം പോലെ പോർച്ചുഗൽ ഇപ്രാവശ്യം കളിച്ചില്ലേ, അതുപോലെ കളിക്കുകയാണെങ്കിൽ ഇവർക്ക് ഹൈ പോസിബിലിറ്റി. പഴയ ഒരു ഇറ്റലി ഒന്നല്ല. ഇറ്റലി പറഞ്ഞാൽ പഴയ ഇറ്റലി എന്ന് പറഞ്ഞാൽ ഇറ്റലിക്ക് അസൂരിപ്പടകൾക്ക് എതിരെ ഒരു ഗോള് അവർ അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് അവർക്ക് ഗോൾ അടിക്കാന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് വേൾഡ് കപ്പിൽ ട്രോഫികളും, അതേപോലെ 4 വേൾഡ് കപ്പും, അതേപോലെ യൂറോ കപ്പ്, കഴിഞ്ഞ യൂറോ കപ്പ് ചാമ്പ്യന്മാരാണ്, ഇതിനു മുമ്പ് നടന്ന യൂറോ കപ്പ് ചാമ്പ്യന്മാരാണ്. അതിനുശേഷം പക്ഷെ അവർക്കൊരു കണ്ടിന്യൂ ആയിട്ട് കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. അത് കോച്ച് ഒന്നല്ലെങ്കിൽ പ്രശ്നം, അല്ലെങ്കിൽ സ്റ്റാറുകളായിട്ട് പ്രശ്നം, ഇതുപോലത്തെ ക്ലാഷുകളാണ് പ്രശ്നം. അപ്പൊ അടുത്ത മത്സരം വരികയാണെങ്കിൽ വെയിൽസും ബോസ്നിയ ആയിരുന്നു. അപ്പോ അവിടെ എനിക്കും ഒരു പോസിബിലിറ്റി ഉള്ള വെയിൽസ് ആണ്. പക്ഷെ ഒറ്റ മത്സരം ഉള്ളൂ, 90 മിനിറ്റ് മത്സരം. അതിൽ എക്സ്ട്രാ ടൈം കൊടുക്കും, അതിനുശേഷം പെനാൽറ്റിയാണ്. അപ്പൊ എന്താ വെയിൽസ് കയറോ അതോ ബോസ്നിയ? വെയിൽസ് തന്നെ ആയിരിക്കും. അത് ഉറപ്പിക്കാൻ വരട്ടെ, നമുക്ക് അത് ഇനി കണ്ടറിയണം. അതെന്തായാലും വെയിൽസിനാണ് സാധ്യത കൽപ്പിക്കുന്നത്. അടുത്ത കളി കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ്, യുക്രൈൻ ആൻഡ് സ്വീഡൻ ആണല്ലേ. യുക്രൈനും സ്വീഡനും തമ്മിൽ അതൊരു തീപ്പാറിയ മത്സരം തന്നെ ആയിരിക്കും. രണ്ട് രാജ്യങ്ങളും. പിന്നെ ഇത് ഒരു കാര്യമുണ്ട്, സ്വീഡനിലത്തെ 2 സ്റ്റാർ സ്ട്രൈക്കർമാർ, ഇപ്രാവശ്യത്തെ 2 സ്റ്റാർ സ്ട്രൈക്കർമാർ ഇത്രയും നാളെ ഫ്ലോപ്പ് ചെയ്തോണ്ടിരിക്കും. അതിനൊക്കെ മറുപടി ആയിട്ട് അവർക്ക് ഈ കളിയിൽ കാണിച്ചു കൊടുക്കാൻ വരുന്നതായിരിക്കും. അതായിരിക്കണം ആൾക്കാര്, ഇസാക്ക് ആൻഡ് ഗ്യോക്കെരസ്. ഇവർക്ക് രണ്ടാൾക്കും അത് ലിവർപൂളിലും ഒരാൾ ആഴ്സണലിലും. അപ്പൊ എന്തായാലും ആള് യോക്കറസ് പിന്നെയും ആഴ്സണലിൽ അത്യാവശ്യം ഗോളുകളൊക്കെ അടിക്കണം. പക്ഷേ ഇസാക്കിന്റെയാണ് ഭയങ്കരമായിട്ട് മോശമായിരിക്കുന്നില്ല. അപ്പൊ അവർക്ക് ഇത് തെളിയിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ സ്വീഡൻ ആയിരിക്കോ ഉക്രൈൻ ആയിരിക്കോ? അത് പറയാൻ പറ്റും, അത് പറയാനാവട്ടെ. അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടില് സ്വീഡനെ മറികടന്ന് ഉക്രൈൻ കയറുന്നാണ് തോന്നുന്നത് കേട്ടോ. എന്താ പറഞ്ഞാല് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോ അടുത്ത മത്സരം വരുന്ന പോളണ്ടും അർമേനിയാണ്. ലെവൻഡോസ്കിയുടെ പോളണ്ടും അർമേനിയായിട്ട്. അത് നല്ല മത്സരമാണ്. ആകെ ഉള്ള ഹോപ്പാണ് ഈ പ്രാവശ്യം.
ആള് ഒറ്റയ്ക്കാണ്. ഇപ്പൊ നോർവേയില് ഹാലൻഡ് തോളിൽ നിൽക്കുന്ന പോലെ ലെവൻഡോസ്കിന്റെ തോളിൽ നിൽക്കും. പക്ഷെ ഹാലൻഡിന്റെ കൂടെ ആൾക്കാരൊക്കെ ഇപ്പൊ സെറ്റാണ്. അതേപോലെ ലെവൻഡോസ്കിക്കും ഇതൊരു ഇതാണ്. അപ്പൊ എനിക്കിവിടെ പോളണ്ട് ഇവിടുന്ന് കയറുകയാണെങ്കിൽ ഈ 4 ഗ്രൂപ്പുകളിൽ 4 കളികൾ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇറ്റലി വേഴ്സസ് വെയിൽസ് ആയിരിക്കും ഫസ്റ്റ് കളി വരുന്നത്. അപ്പൊ അതിൽ ജയിക്കുന്നവർക്കായിരിക്കും സ്പോട്ട്. അപ്പൊ തോന്നുന്നുണ്ടോ വെയിൽസിനെ മറികടന്ന് ഇറ്റലി എത്തുന്ന? അറിയില്ല, അത് പറയാൻ പറ്റില്ല. ഡിപ്പെൻഡിങ് ഓൺ ദെയർ എന്താ പറയാ, ഡിപ്പെൻഡിങ് ഓൺ ദെയർ അപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്. 6 മാസത്തോളം ഇനി മാർച്ച്, സമയമുണ്ട്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3-4 മാസമുണ്ട്. 3-4 മാസത്തിനുള്ളിൽ ഇറ്റലിക്ക് എന്തൊക്കെ കാട്ടാൻ പറ്റുന്നുള്ളതൊക്കെ കണ്ടറിയണം. പുതിയ പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവരിക. അതേപോലെ കോച്ചിന്റെ പണി കുറച്ച് മെനക്കെടാണ്. വാർത്താ സമ്മേളനത്തിൽ നിന്ന് എന്തെങ്കിലും ഡയലോഗ് അടിച്ച പോരാ, കളി നടക്കണം. അപ്പൊ അവിടെ നിന്ന് ഇറ്റലി കയറി വരികയാണെങ്കിൽ വെയിൽസ് ആയിട്ട് ഫൈനൽ മത്സരം വെയിൽസ് ആയിട്ട് വരും. അതിനുശേഷം അതിൽ ജയിക്കുന്നവരേക്ക് യോഗ്യത നേടാം. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതുവരെ യുക്രൈന്റെ സ്വീഡന്റെ കാര്യം ഉറപ്പായിട്ടില്ല. പോളണ്ട് അൽബേനിയ നോക്കണേ, എനിക്ക് പോളണ്ട് വരണമെന്നുണ്ട്. കാരണം ലെവൻഡോസ്കിന്റെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആണ്. അപ്പൊ പോളണ്ട്, ലെവൻഡോസ്കിയുടെ പോളണ്ടും ഉക്രൈനും തമ്മിലായിരിക്കും, അല്ലെങ്കിൽ സ്വീഡനും തമ്മിലായിരിക്കും മത്സരം. അതിൽ ജയിക്കുന്നവർക്കായിരിക്കും സ്പോട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഉക്രൈൻ അല്ലെങ്കിൽ പോളണ്ട് ആയിരിക്കും. അത് തന്നെ. പക്ഷെ പോളണ്ടായിട്ട് മത്സരത്തിൽ പറഞ്ഞില്ല. പോളണ്ടായിട്ട് മത്സരം ചിലപ്പോൾ രണ്ടാളും കൂടി ആയിട്ട് വരുന്ന സമയത്ത് 2 ചാൻസ് ഉണ്ട്. പക്ഷെ ഉക്രൈനാണ് കുറച്ചുകൂടി ചാൻസ് കൽപ്പിക്കുന്നത്. ഇനി അടുത്ത സൈഡിൽ നോക്കണെങ്കിൽ നമ്മള് അർദ്ധ ഗൂലാറിന്റെ തുർക്കി ഉണ്ട്, റൊമേനിയ ഉണ്ട്. അവിടെ ഏകദേശം റൊമേനിയ നല്ല ടഫ് മത്സരം തന്നെയാണ്. തുർക്കിക്കാണ് ഞാൻ ഒരു സ്പോട്ട് കൊടുക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ ഇവർക്ക് അത്യാവശ്യം നല്ല കളിക്കുന്നുണ്ട്. ഇപ്പൊ അവസാനം മത്സരങ്ങൾക്ക് സ്പെയിനെതിരെ നല്ല 2-2 സമനില. സ്പെയിനെതിരെ ആകെ ഗോൾ സ്കോർ ചെയ്താണ് അവർ മാത്രമേ ഉള്ളൂ. വേറെ ആരും ചെയ്തില്ല. അതും അവസാനത്തെ മത്സരത്തിൽ മാത്രമാണ് 2 ഗോള് സ്പെയിൻ വാങ്ങിച്ചിരിക്കുന്നത്. അടുത്ത ഇത് നോക്കുകയാണെങ്കിൽ സ്ലോവാക്കിയ ആൻഡ് കൊസോവോ. അതിൽ മിക്കവാറും സ്ലോവാക്കിയ കയറാനാണ് ചാൻസ്. പക്ഷെ കൊസോവോ കയറാണെങ്കിൽ അവർക്കൊരു ചരിത്രമാണ് വേൾഡ് കപ്പിലേക്ക്. പക്ഷെ എതിരാളിയായിട്ട് വരിക എന്ന് പറഞ്ഞാൽ തുർക്കിയാണ്. തുർക്കിന്റെ അടുത്ത് ചിലപ്പോ കുറച്ച് പണിയാണ്. അപ്പോ അടുത്തത് ഡെൻമാർക്ക് ആൻഡ് നോർത്ത് മാസഡോണിയ. അതില് സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു ഡെൻമാർക്ക് സിമ്പിൾ ആയിട്ട് കയറണം. അതെ, സിമ്പിൾ ആയിട്ട് കയറണം. അടുത്ത ഇത് നോക്കുകയാണെങ്കിൽ ചെക്ക് റിപ്പബ്ലിക്കും അയർലൻഡ് പറന്നോണ്ടിരിക്കണം. അവസാനം 2 മത്സരം ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ പോർച്ചുഗലിനെ 2-0 പരാജയപ്പെടുത്തി. ഹംഗറിനെ പരാജയപ്പെടുത്തി. അതെ, അത് എത്ര ഗോള് എത്രാമത്തെ മിനിറ്റിലാന്ന് 96, 90, 93, 94 മിനിറ്റ്, 96 മിനിറ്റ് വരെ 2-2 സമനില നിന്ന മത്സരം. അടുത്ത ദിവസം ഞാൻ കളി കണ്ടില്ല. അടുത്ത ദിവസം സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോ ആദ്യമായിട്ട് കണ്ടത് ഷോബോസ്ലായിന്റെ ഹംഗറി പോയി. ഇവര് നോർത്തേൺ അയർലാൻഡ് 96 മിനിറ്റ് വരെ ഹംഗറി ക്വാളിഫൈ നേടിയിരിക്കുകയാണ്. സമനില മതിയായിരുന്നു അവർക്ക്. ഇങ്ങനെയൊക്കെ കാണിക്കുന്നില്ല. പക്ഷെ അത് ഇതൊക്കെ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് എന്നൊക്കെ പറയുന്നുണ്ട്. ആള് ഇങ്ങനെ എന്തോ കാണിക്കുന്നത്, പൂതണേന് എന്തോ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആള് അത്രയും സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ആ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്ന കളി കഴിഞ്ഞ സമയത്ത്. ഇതാണ് ഫുട്ബോൾ 90 മിനിറ്റ് വരെ ഉള്ളത്. അത് 90 മിനിറ്റ് കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. ആ ബോള് അയർലൻഡിന്റെ ആ ഗോൾ കീപ്പർ സെന്ററിൽ നിന്ന് ഇങ്ങനെ ഒരു ക്രോസ് കൊടുക്കുന്നു, വലിയൊരു ക്രോസ് പെനാൾട്ടി ബോക്സിലേക്ക് വന്ന് വീഴും. അപ്പൊ അയർലൻഡിന്റെ പ്ലേയേഴ്സും ഇവരുടെ ഹംഗറിയുടെ പ്ലേയേഴ്സും 2 പേരും ചാടുന്നുണ്ട്. ആ ബോൾ നല്ല ടച്ച് ചെയ്ത് ഗോൾ കീപ്പറുടെ കയ്യിലേക്ക് പോകുന്നത്. ആ സമയത്താണ് ഈ പാരറ്റ് പറയുന്ന തത്തമ്മ ചാടി വന്നിട്ട് കാലുകൊണ്ട് ഒന്ന് ചിപ്പ് ചെയ്ത് വിടുകയാണ്. അത് ഗോൾ കീപ്പറിന്റെ അടി കൂടെ പോയി ഗോൾ പോസ്റ്റിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ വല കുലുന്ന സമയത്ത് അവിടുത്തെ കമാൻഡറി വരെ വിശ്വസിച്ചിട്ടില്ല. അത്രയും ഇതായിരുന്നു ആ കമാൻഡർ. ഇംഗ്ലീഷിൽ ആ കമാൻഡറി കേട്ടപ്പോ. അതേപോലെ ഗ്രൗണ്ടിൽ സ്റ്റേഡിയത്തിലെ കാണികളും അങ്ങനെ തന്നെ. ഇതേപോലെ ഒരു കളി എവിടെയും നടന്ന ഓർമ്മയുണ്ടോ? എനിക്കിപ്പോ ഓർമ്മയില്ല. ബാഴ്സലോണ പാരീസിനെ PSG 6-1 പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ സ്റ്റേഗൺ ഇങ്ങനെ സെന്ററിന്റെ കുറച്ച് ഉള്ളിലോട്ട് വന്നിട്ട് ആ ബോൾ ക്രോസ് കൊടുക്കുന്നു. അത് റീബൗണ്ട് വന്നിട്ട് നെയ്മർ എടുത്ത് അത് ക്രോസ് കൊടുക്കുന്നു. അത് റോബർട്ടോ വന്നിട്ട് ആ ചിപ്പ് ചെയ്തിട്ട് ഗോളാക്കി പോസ്റ്റിനുള്ളിലേക്ക് പോകുന്നുണ്ട്. സെർജിയോ റോബർട്ടോ. ഈ ചങ്ങായിന്റെ ഗോളായിരുന്നു അന്ന് 6-1 വലിയൊരു കംബാക്ക് നടത്തിയത്. അപ്പോൾ ഇതാണ് ആ കപ്പാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ ചെക്ക് റിപ്പബ്ലിക് ആൻഡ് അയർലാൻഡും നല്ല ടഫ് മത്സരമാണ്. എനിക്ക് തോന്നുന്നു അയർലാൻഡ് ഈ ഒരു കളിക്കുന്ന അയർലാൻഡ് കയറി വരും. അയർലാൻഡ് ഡെൻമാർക്കും തമ്മിലായിരിക്കും. അപ്പൊ അയർലാൻഡ് ഡെൻമാർക്ക് ഇവരിൽ ഒരാളായിരിക്കും ഫൈനൽ. അതെന്താ ചാൻസ്? അയർലാൻഡ് ഒരു ഡെൻമാർക്ക്? അയർലാൻഡ്. ഞാൻ പറയും ഡെൻമാർക്ക്. ഡെൻമാർക്ക് നല്ല കളിയുണ്ട് കേട്ടോ. കളി അവർ അവസാനം ഡെൻമാർക്ക് പുറത്തായത് ഇവരായിട്ടായിരുന്നു. ഡെൻമാർക്കും സ്കോട്ട്ലാൻഡ് ആയിട്ടുള്ള കളിയിൽ ഇതേ അവസ്ഥയായിരുന്നു. 2-2 സമനിലയിൽ നിന്ന കളി 3-2 ആവുന്നു. 90+3 മിനിറ്റില് 3-2 ആവുന്നു. 90+8 മിനിറ്റിൽ 4-2 ആവുന്നു. ആ 4ാമത്തെ ഗോള് സെന്ററിൽ നിന്ന്
ഇവര് മൊത്തമായിട്ട് ഡെൻമാർക്കിന് സമനില മതി. അപ്പൊ ഡെൻമാർക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ചങ്ങാമര് സ്കോട്ട്ലാൻഡ് സെൻട്രലിൽ നിന്ന് ആ ബോളിൽ അറുത്ത് മുറിച്ചിങ്ങനെ അടിക്കുക. പെനാൽറ്റി ബോക്സിന്റെ പുറത്തേക്ക് ഗോൾ കീപ്പറേയും കപ്പിച്ച് ഡയറക്റ്റ് ഗോൾ പോസ്റ്റിനുള്ളിൽ പോയി വീണാണ്. 4-2 വിജയമായിരുന്നു. അങ്ങനെയായിരുന്നു ഡെൻമാർക്കും ഇപ്പോൾ പ്ലേ ഓഫ് കളിക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് നേരിട്ട് യോഗ്യത കിട്ടേണ്ടത്. കാരണം സ്കോട്ട്ലാൻഡ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് അവർ നേരിട്ട് വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടി. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവര് രണ്ട് ടീമിൽ നോക്കുകയാണെങ്കിൽ ഡെൻമാർക്കിനും ചാൻസ് ഉണ്ട്. അപ്പൊ അതൊരു തീപ്പാറിയ മത്സരമായിരിക്കും. ഫസ്റ്റ് ഗ്രൂപ്പിൽ വന്നിട്ട് എനിക്ക് സ്ലോവാക്യ വേഴ്സസ് തുർക്കി ആയിരിക്കും. അതിൽ തുർക്കി വരുന്നതായിരിക്കും. അപ്പൊ തുർക്കി, ഇറ്റലി ആൻഡ് പോളണ്ട് ആൻഡ് അയർലാൻഡ്. അപ്പൊ നിന്റെ അതിലെന്തായിരിക്കും? എന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോ വെയിൽസ് അല്ലെങ്കിൽ ഇറ്റലി, അത് ഞാൻ ഓർപ്പിച്ചില്ല. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ പോളണ്ട് വരണമെന്ന് ആഗ്രഹമുണ്ട് ലെവനസ്കി കാരണം. ഇപ്പുറത്ത് തുർക്കി വരുന്നതാണ് ഏകപക്ഷീയമായിട്ടുള്ള ഇത്. പിന്നെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ അയർലാൻഡ് ഡെൻമാർക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞ അയർലാൻഡ് ആണ്. ഞാൻ പറഞ്ഞ ഡെൻമാർക്കാണ്. ഞാൻ മാറിപ്പോയി. ഞാൻ പറഞ്ഞ ഡെൻമാർക്കായിരുന്നു. അപ്പൊ അയർലാൻഡ് നല്ല കളിയാണ്. പക്ഷെ ഇത് പറയാൻ പറ്റില്ലല്ലോ, ഫുട്ബോളാണ്. ഇനി മത്സരങ്ങളുണ്ട്, മാർച്ചിലാണ്. അപ്പൊ എന്തായാലും എല്ലാവരും കാത്തിരിക്കുന്ന കുറെ കുഞ്ഞൻ ടീമുകൾ ഇതിൽ നിന്ന് കയറി വരാനുണ്ട്. അപ്പോ കുറെ വമ്പന്മാരും ഇതിലുണ്ട്. ഇറ്റലി, വെയിൽസിനെ പോലുള്ള വമ്പന്മാരുണ്ട്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം ഫുട്ബോൾ വേൾഡ് കപ്പിലേക്ക്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും. അത് മാത്രമല്ല, ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളായ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.